പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 3. സാർദീസിലെ സഭയ്ക്ക്. സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദെൽഫിയയിലെ സഭയ്ക്ക്. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ, നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ, യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്യായിലെ സഭയ്ക്ക്. ലവോദിക്യായിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ, ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവജനമേ, വെളിപാടിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം സഭയോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹനിധിയായ വിളി മാത്രമല്ല, അവിടുത്തെ ആഴമായ ഉൾക്കാഴ്ചകൾ നമ്മിലേക്ക് പകർന്നു നൽകുന്ന ഒരു ദർശനം കൂടിയാണ്. ലവോദിക്യായിലെ സഭയുടെ അവസ്ഥ വിവരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറണം.
അവർ തങ്ങളെ തന്നെ സമ്പന്നരും സമൃദ്ധിയുള്ളവരുമായി കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അവർ ദരിദ്രരും അന്ധരും നഗ്നരുമായിരുന്നു. ഈ വൈരുദ്ധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. നാം ബാഹ്യമായി നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ സംതൃപ്തരാകുമ്പോൾ ആന്തരികമായ ശൂന്യത നമ്മെ കാർന്നു തിന്നുന്നുണ്ടാകും. ഈ തിരിച്ചറിവ് ആത്മാവിൻ്റെ യഥാർത്ഥ ദാരിദ്ര്യം തിരിച്ചറിയുവാനും ലൗകികമായ നേട്ടങ്ങളിലല്ല, പ്രത്യുത ക്രിസ്തുവിലുള്ള സമ്പത്തിലാണ് നമ്മുടെ പ്രത്യാശ വെക്കേണ്ടതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായം നൽകുന്ന പ്രതിഫലനം നമ്മുടെ ആത്മീയ ഉദാസീനതയെക്കുറിച്ചാണ്. നീ ചൂടുള്ളവനുമല്ല തണുത്തവനുമല്ല. നീ ഒന്നുകിൽ ചൂടുള്ളവനോ തണുത്തവനോ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന വചനം പാതി മനസ്സോടെയുള്ള ക്രിസ്തീയ ജീവിതത്തെ ശക്തമായി വിമർശിക്കുന്നു. അത് മന്ദോഷ്ണതയാണ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തീക്ഷ്ണത മനോഭാവമാണ് നമുക്ക് ആവശ്യം. ഈ ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ അഥവാ മന്ദോഷ്ണത, ആ നിലപാട് ദൈവരാജ്യത്തിന് അസ്വീകാര്യമാണ്. സഹോദരങ്ങളെ, നാം നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ക്രമീകരിക്കുന്ന വിശ്വാസ ജീവിതം, കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതി യഥാർത്ഥത്തിൽ ദൈവം മുമ്പാകെ ഓക്കാനം ഉണ്ടാക്കുന്നതാണ്. അതിനാൽ നമ്മുടെ വിശ്വാസം സജീവവും കർമ്മനിരതവുമായിരിക്കണം. അത് പാതി ഹൃദയത്തോടെ ഉള്ള ഒന്നാകരുത്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന പാഠം ആത്മീയമായ ജാഗ്രതയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ആവശ്യകതയാണ്. സഹോദരങ്ങളെ, ക്രിസ്തു നമ്മുടെ വാതിലിൽ മുട്ടുന്നു. നാമാണ് ആ വാതിൽ ഉള്ളിൽ നിന്ന് തുറക്കേണ്ടത്. ആരെങ്കിലും തൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവിടുന്ന് അവനോടൊത്ത് ഭക്ഷിക്കുകയും അവൻ ക്രിസ്തുവിനോടൊത്ത് വിരുന്ന് സൽക്കാരത്തിൽ പങ്കുചേരുകയും ചെയ്യും. ഈ വാതിൽ മുട്ടൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ ഉള്ളിൽ നിന്ന് തുറക്കേണ്ട ഒന്നാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. രക്ഷ എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മെ നിർബന്ധിക്കുന്നില്ല. ആ ഫ്രീ വിൽ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്നു, ആ ധൂർത്തപുത്രൻ്റെ നല്ല അപ്പനെ പോലെ. അതിനാൽ നമ്മുടെ ഹൃദയ കവാടങ്ങൾ അവിടത്തേക്ക് തുറന്നു കൊടുക്കാനുള്ള സന്നദ്ധ, ആ മനസ്സിൻ്റെ തുറവി നാം പ്രകടിപ്പിക്കണം. അവിടുത്തെ സ്വർണവും വെള്ള വസ്ത്രവും വാങ്ങാൻ അവിടുന്ന് നമ്മെ ഉപദേശിക്കുന്നു. അത് യഥാർത്ഥ സമ്പത്തും വിശുദ്ധിയും, അതുപോലെ തന്നെ അഞ്ജനത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് കാഴ്ചശക്തിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ അധ്യായം ഇന്നത്തെ ലോകത്തിന് അങ്ങേയറ്റം പ്രസക്തമാണ്. ആധുനിക ലോകം ഭൗതികമായി അഭിവൃദ്ധി പ്രാപിച്ചതായി തോന്നാമെങ്കിലും ആത്മീയമായി പാപ്പരത്വം അനുഭവിക്കുന്നു. ഉപഭോഗ സംസ്കാരവും ആഡംബര ഭ്രമവും സ്വയം പര്യാപ്തത എന്ന മിഥ്യാബോധവും നമ്മെ ലവോദിക്കയിലെ സഭയെപ്പോലെ അന്ധരാക്കുന്നു. നാം ദൈവത്തെ കൂടാതെ ജീവിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ സ്വന്തം കഴിവുകളിൽ അമിതമായി ആശ്രയിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നൽകുന്ന വ്യാജമായ സംതൃപ്തികളിൽ നാം ഒഴുകുമ്പോൾ യഥാർത്ഥമായ ആത്മീയ വിശപ്പ് നാം മറക്കുന്നു. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ബാഹ്യമായ സമ്പത്തിലല്ല, ആന്തരികമായ വിശുദ്ധിയിലാണ് നമ്മുടെ നിലനിൽപ്പ്. ദൈവജനമേ, ഈ വെളിപാടിലെ സന്ദേശം പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരായ ഏശയ്യായും അതുപോലെ തന്നെ ജെറേമിയ പ്രവാചകനും ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തിലെ ചാഞ്ചല്യത്തെയും ദൈവത്തിൽ നിന്നുള്ള അവരുടെ വ്യതിചലനത്തെയും കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ ലൗകികമായ സുഖങ്ങൾക്കും അന്യദേവന്മാർക്കും പിന്നാലെ പോയപ്പോൾ ദൈവം അവരെ തിരുത്തുകയും യഥാർത്ഥ വിശ്വസ്തതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നിങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരുവീൻ എന്ന് ഏശയ്യ 51 വിളി വെളിപാടിലെ വന്നു വാങ്ങുക എന്ന ക്ഷണത്തോട് സാമ്യപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ ഉടമ്പടിയോടുള്ള അവിശ്വസ്തത പുതിയ നിയമത്തിലെ ലവോദിക്കയിലെ സഭയുടെ ഉദാസീനതയായി പ്രതിഫലിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ വിശ്വസ്തതയും എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നു. വെളിപാട് 3-ാം അധ്യായത്തിലെ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ 2ാം വരവിനായി നാം സദാ സന്നദ്ധരായിരിക്കണം. നമ്മുടെ ആത്മീയ നിലപാട് ചൂടുള്ളതോ തണുത്തതോ ആയി ക്രമീകരിക്കുന്നത് ഈ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ വാതിൽക്കലുള്ള മുട്ടൽ അവിടുത്തെ ക്ഷമയുടെ അവസാന നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ അന്ധതയിലും നഗ്നതയിലും തുടരാതെ അവിടുന്ന് നൽകുന്ന യഥാർത്ഥ ശുഭ വസ്ത്രങ്ങളും കാഴ്ചശക്തിയും നാം സ്വീകരിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ അവിടത്തേക്കായി ഒരുക്കുകയും തിന്മയുടെ ശക്തികളെ ചേർത്ത് വിശുദ്ധിയിൽ വളരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവിടുത്തെ വരവ് തികച്ചും
അപ്രതീക്ഷിതമായിരിക്കും. അതിനാൽ ജാഗ്രതയോടെ കാത്തിരിക്കാം. ഈ തിരുവചന ഭാഗത്തിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് ആമേനും വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദിയുമാണ്. ദി ആൽഫ ആൻഡ് ദി ഒമേഗ. അവിടുത്തെ വാക്കുകൾ മാറ്റമില്ലാത്തതും അന്തിമവുമാണ്. അവിടുന്ന് വാതിൽക്കൽ നിൽക്കുന്നു, മുട്ടുന്നു. തുറക്കുക, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ചോയ്സാണ്. അവിടുന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി നൽകാൻ എപ്പോഴും സന്നദ്ധനാണ്. അവിടുത്തെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ സിംഹാസനത്തിൽ പങ്കാളികളാകാം. സഹോദരങ്ങളെ, ദൈവം നമ്മെ കൈവിടില്ല. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുന്നു. നമ്മുടെ ഹൃദയം തുറക്കാം കർത്താവിന്. അവിടുത്തെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ഭയപ്പെടേണ്ട, അവിടുത്തെ കൃപ മാത്രം നമുക്ക് മതി. വിശ്വസ്തയോടെ കാത്തിരിക്കാം. മഹത്തായ പ്രതിഫലം നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃ നാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.